പ്രസൻ ജുലൂസ് ജുലൂസ് എന്ന് പറഞ്ഞാൽ ജാഥ, ഇതാണ് അതിൻ്റെ അർത്ഥം. അത് എഴുതിയിരിക്കുന്നത് ചിത്ര മൃദുകലാണ്. പക്ഷേ അത് കഹാനി സാമ്രാട്ടായ കഹാനിയുടെ രാജാവായ പ്രേംചന്ദിൻ്റെ ഒരു കഹാനിയായിരുന്നു ജുലൂസ്. അത് ചിത്ര മൃദുകലിൻ്റെ ഒരു നാട്യ രൂപാന്തരത്തിലേക്ക് അത് മാറ്റിയത് ചിത്ര മൃദുകലാണ്, അതിൻ്റെ നാടക രൂപത്തിലേക്ക് മാറ്റിയത്. ഇനി നമുക്ക് ജുലൂസ് നോക്കാം. അത് ഓരോ നാടക രൂപത്തിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നേപഥ്യമേ സ്വരാജ്യം കാ ജുലൂസ് ആ രഹാ ഹെ. അപ്പം അത് ആദ്യം ഒരു നാടക രൂപത്തിലാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് നേപഥ്യം എന്ന് വെച്ചാൽ അണിയറ. അണിയറയിൽ സ്വരാജ്യങ്ങളുടെ ഒരു ജുലൂസ് എന്ന് പറഞ്ഞാൽ ഒരു ജാഥ വരികയാണ്. ലോക് അംഗ്രേസോ കെ ഖിലാഫ് നാരെ ലഗാ രഹേ ഹെ. ആളുകൾ ഇംഗ്ലീഷുകാർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. അവർ ഭാരത് മാതാക്ക് ജയ് ജയാക്കർ കറേ. അപ്പോൾ ജയാരവങ്ങൾ മുഴക്കുകയാണ് ഭാരത മാതാവിന്. അംഗ്രേസോ ഭാരത് ചോടോ, അംഗ്രേസോ ഭാരത് ചോടോ, ജയ ഭാരത് മാത. അതായത് ഇംഗ്ലീഷുകാരോട് ഭാരതം വിട്ടുപോവാനും ഭാരതത്തെ ജയ് എന്നുള്ള വിളിച്ചെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വരികയാണ്. സടക് സെ ലഗെ ബാസാർ മേ ദുക്കാൻദാർ ബഹസ് കർ രഹേ ഹെ. അപ്പോൾ എന്താണ് റോഡിൽ നിന്ന് ബാസാർ മേ ദുക്കാൻദാർ, റോഡിലെ ഒരു സൈഡിലായിട്ട് ഒരു മാർക്കറ്റ് ഉണ്ട്. അവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. കടയിലെ ആൾക്കാർ തമ്മിൽ ബഹസ് കർ രഹേ ഹെ എന്ന് പറഞ്ഞാൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതിൽ ശംഭുനാഥ്, ദീൻ ദയാൽ, അങ്ങനെ 2-3 ക്യാരക്ടേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ശംഭുനാഥ് നാരോങ്കു സുൻകർ വ്യംഗ്യസേ, അതായത് ഈ മുദ്രാവാക്യം കേട്ടിട്ട് കളിയാക്കുന്ന സ്വരത്തിൽ ദേഖ് രഹേ ഹേ നാ ദീൻ ദയാൽജി, നോക്കൂ ദീൻ ദയാലിനോട് പറയുകയാണ്. സബ്കെ സബ് കാൽക്കി മുഖ്മേ ജാ രഹേ ഹേ സ്വരാജ് ലാനെ ചലേ ഹേ ആകെ പുലിസ് സവാരോं का दल खड़ा हुआ है मार मार कर भगा देगा. അതായത് സബ്കെ സബ് കാൽക്ക്, എല്ലാവരും ഈ ജാഥയും വിളിച്ച് മരണത്തിൻ്റെ വായിലേക്കാണ് പോകുന്നത്. സ്വരാജ്യം വരാൻ വേണ്ടി. ആകെ പോലീസ് സവാരൊക്കെ ദൽ, അത് മുൻപിലായിട്ട് പോലീസുകാരുടെ ഒരു കൂട്ടം അവിടെ നിൽക്കുന്നുണ്ട്. മാർക്കർ ഭഗാദേക, അവരടിച്ചടിച്ച് എല്ലാവരെയും ഓടിക്കും. അതായത് ഈ ജാഥയുടെ ആൾക്കാരെയൊക്കെ അടിച്ചടിച്ച് ഓടിക്കുമെന്ന് ശംഭുനാഥ് ദീൻ ദയാലിനോട് പറയുകയാണ്. അപ്പം ദീൻ ദയാൽ പറയണം, മഹാത്മജി ബി സഠ്യ ഗയേ ഹേ ശംഭുനാഥ് ഭയ്യ. അതായത് മഹാത്മാഗാന്ധിക്കും പ്രായമായി ശംഭുനാഥ് ഭയ്യ എന്ന് പറയുക. ജുലൂസ് നിക്കാലിനെ സെ സ്വരാജ് മിൽ ജാത്ത തോ കബ് കാ മിൽ ഗയാ ഹോത്ത. ഈ ജാഥ പുറപ്പെടുമ്പോഴത്തേക്കും സ്വരാജ്യം കിട്ടുവാണെങ്കിൽ എപ്പോഴേ കിട്ടുമായിരുന്നു. തനിക്ക് ദേഖേ തോ ജുലൂസ് മേഹെ കോൺ. നോക്കൂ ജുലൂസിൽ, അതായത് ജാതിൽ ആരാ വരുന്നത് നോക്കൂ. ലൗഡേ ലഫ്കി കി സിർ ഫിരെ, അത് വഴിവീഴ്ചവർ. പിന്നെന്താ ഷഹർക്ക കൊയ് ബഡാ ആദ്മി, പട്ടണത്തിലെ വലിയ മനുഷ്യർ. തോ ഫിർ ഹമേ ക്യാ പടി ഹേ അപ്പനി ദുക്കാൻ ബന്ദ് കർ ജുലൂസ് മേ ആയി. നമ്മളും വന്നില്ലേ, ഈ കടയൊക്കെ അടച്ചിട്ട് നമ്മൾ ഈ ഘോഷയാത്രക്ക് വന്നു. അപ്പോൾ ഈ ഘോഷയാത്രയിൽ മോശമായവരുണ്ട്, നല്ലവരുമുണ്ട്. ആ രാജ്യത്തെ എല്ലാ സ്വരാജ്യ സ്നേഹികളെല്ലാവരും തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളും വന്നില്ലെന്ന് ഇവർ തമ്മിൽ സംഭാഷണം പറയുകയാണ്. बाजार में चप्पलें बेच रहा माइको उन दोनों की बातें सुन उठटाकर हंस पड़ता. അപ്പോൾ ആ മാർക്കറ്റിലെ ആ ഒരു ബാസാറാണല്ലോ, അവിടെ ചപ്പൽ ബേച്ചെന്നാണ് ചെരുപ്പ് വിൽക്കുന്ന മൈക്കു എന്ന ചെരുപ്പ് വിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവർ രണ്ടുപേരുടെയും സംസാരം കേട്ടപ്പോഴത്തേക്കും ചിരിച്ചു. അതായത് ദീൻ ദയാലിൻ്റെയും ശംഭുനാഥിൻ്റെയും വാക്കുകൾ കേട്ടപ്പോൾ. ശംഭുനാഥ് ചിടുക്ക, അപ്പോൾ കേട്ടപ്പോൾ ശംഭുനാഥ് ദേഷ്യപ്പെട്ടു. തു അപ്പനി ചട്ടിയ ഓർ ചപ്പലെ ബേച്ച് മൈക്കോ, നീ നിൻ്റെ മെതിയടിയും ചപ്പല്, അത് ചെരുപ്പും വിറ്റാൽ മതി. ടിട്ടിയ കഹന്യങ്ങളെ നോക്കാം, മൈൻഡ് ചെയ്യേണ്ട, ഞങ്ങളെ കളിയാക്കേണ്ടെന്ന് പറയുകയാണ്. ലഗത്താഹി ആജ് ബിക്രി അച്ചി ഹോഗെ, നിൻ്റെ ഇന്നത്തെ കച്ചവടം നല്ലതായിരുന്നു എന്ന്. അപ്പം മൈക്ക് പറയാണ്, ബിക്രി ചോടോ ശംഭു ഭയ്യ ഹസ് രഹാഹും തുംഹാരി ബാത്തെ. അതൊക്കെ അതായത് വിൽപ്പനയൊക്കെ ഉപേക്ഷിക്കൂ ശംഭു ഭയ്യ, ഞാൻ ചിരിക്കുന്നത് നിങ്ങളുടെ സംസാരം കേട്ടിട്ടാണ്. ശംഭുനാഥ് കിസ് ബാത്ത് പേ, ഏത് കാര്യത്തിലെ? മൈക്കോ അരെ ബഡ ആദ്മി കാഹെ ജുലൂസ് മേ ആനെ ലഹെ, അതായത് മാന്യന്മാരെല്ലാവരും ഘോഷയാത്രയ്ക്ക് ഉണ്ട്. അംഗ്രേസി രാജ്യമേ ഉന്നെ കോൺ കമി, ഇംഗ്ലീഷ് രാജ്യത്തിൽ എന്തിൻ്റെ കുറവാണ്? ടാട്സെ ബംഗ്ലാ ഓർ മഹലോ മേ രഹത്തെ, വലിയ ആളുകൾ മുഴുവനും എന്താണ് ബംഗ്ലാവിലും മഹലിലൊക്കെയാണ് താമസിക്കുന്നത്. മോട്ടറോ മേ ഘൂമത്തെ ഹേ
മോട്ടോർ സൈക്കിളിലൊക്കെയാണ് അവർ കറങ്ങുന്നത്. മർത്തോ ഹം ലോഗ് മരിക്കുമെങ്കിൽ നമ്മളെ മരിക്കുകയുള്ളൂ, അവരൊക്കെ രക്ഷപ്പെടുമെന്ന് പറയുകയാണ്. അതായത് സാധാരണക്കാരായിരിക്കും തല്ലുകൊണ്ട് ചാവുന്നത്, അതാണ് ഉദ്ദേശിച്ച് വരുന്നത്. വലിയ വലിയ ആൾക്കാരൊക്കെ രക്ഷപ്പെടും. ജിൻകി റോട്ടി ഹംകാ ടിക്കാന നഹി, ഭക്ഷണത്തിന് വകയില്ലാത്ത നമ്മളാണ് മരിക്കുന്നത്. അതായത് ഈ ജാതിക്ക് വന്നു കഴിയുമ്പോൾ തല്ലുകൊണ്ട് ചാവുന്നത് സാധാരണപ്പെട്ടവരാണ്. വലിയ വലിയ ആൾക്കാരൊക്കെ രക്ഷപ്പെടുമെന്ന് പറയുകയാണ് ഇവർ തമ്മിലുള്ള പുനാദ് കടാശിസെ. तुम ये सब बातें क्या समझोगे मैक्यू, जिस काम में 4 बड़े आदमी अगुवा होते हैं सरकार पर भी उसकी दाग पड़ जाती है. लौटे लफंगों का घोल भला हकीमों की निगाह में क्या जंचेगा. അപ്പം ശംഭുനാഥ് കടാശിസെ അത് നേരിട്ട് പറയുകയാണ് ശംഭുനാഥ് മൈക്കിനോട്. തും ഏ സബ് ബാത്തേം ക്യാ സംശോകെ മൈക്കോ, അതായത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ മനസ്സിലാക്കി മൈക്കോ. ജിസ് കാമേ 4 ബഡെ ആദ്മി അഗുവ ഹോത്തേ, ഈ ജോലിയിൽ അത് 4 വലിയ ആൾക്കാർ മുൻനിരയിലെ നേതാക്കളായിട്ട് നിൽക്കുന്നുണ്ട്. സർക്കാർ പർ ബി ഉസ്കി ദാഗ് ബൈറ്റ് ജാത്തി ഹും, അതായത് സർക്കാരിനും സ്വാധീനം ഉണ്ടാക്കത്തക്ക രീതിയിലാണ് നിൽക്കുന്നത്. ലൗഡേ ലഫങ്കോ ക ഗോൾ ഭല ഹക്കീമോ കി നിഹാഹുമേ ക്യാ ജഞ്ചേക, അപ്പോൾ വലിയ വലിയ ആളുകളുടെ മുൻപിൽ ദൃഷ്ടി പതിക്കാൻ വേണ്ടി അവർ 4 പേരും മുൻപിൽ നിൽക്കുന്നുണ്ടെന്ന് പറയുക ശംഭുനാഥ് മൈക്കിനോട്. മൈക്കു ഹമാര ബെഡ ആത്മീ തോ വഹി ഹെത് ജോ ലങ്കോട്ടി ബാന്തേ നഖേ പാവ് ഗൂംത, അപ്പം ഞങ്ങളുടെ വലിയ ആത്മീ എന്ന് പറയുന്നത് എന്താണ്, തോർത്തൊടുത്ത് എന്താണ് കാലിൽ നഗ്നപാതനായി നടക്കുന്ന ഒരു വ്യക്തിയാണ്. ജോ ഹമാരി ദേശ് സുധാർനെ കെ ലിയെ അപ്നി ജാൻ ഹതേലി പർ കിയാ ഫിർത്താ, നമ്മുടെ ദേശത്തെ നന്നാക്കാൻ വേണ്ടി ജീവൻ അപകടത്തിൽപ്പെടുത്താനും തയ്യാറാണ്. वो है महात्मा गांधी, അദ്ദേഹമാണ് മഹാത്മാഗാന്ധി. ഉസ്കെ ആകെ ഹം കിസി ബഡെ ആത്മീക്ക് പർവാഹ്, ആ വലിയ മനുഷ്യൻ്റെ മുൻപിൽ മറ്റാരും ഞങ്ങൾക്ക് മൈൻഡില്ല, ആരും ഏത് നേതാക്കന്മാർ വന്നാലും ഞങ്ങളാരും മൈൻഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. നേപഥ്യമേ ജുലൂസ് കെനാരെ പ്രഖർ ഹോനെ ലഗത്തെ, അപ്പോൾ എന്താണ് അവിടെ ഈ ജാഥയുടെ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ ഇരമ്പനം കൊള്ളുന്നത്, അതിങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ദീൻദയാൽ നയ ദാരോഗ വീർബൽ സിംഗ് ബഡ ജല്ലാദ് ഹേ മൈക്കു, അത് പുതിയൊരു ഇൻസ്പെക്ടർ ഉണ്ട് വീർബൽ സിംഗ് എന്ന പേര്, അദ്ദേഹം വളരെ ദുഷ്ടനാണ് എന്ന് പറയുന്നത് മൈക്കിനോട്. ജുലൂസ് കെ ചൗരാസ്തേ പർ പഹുഞ്ചത്തെ ഹി ഹണ്ടർ ലേക്കർ പിൽ പടേഗ ഫിർ ദേഖന യെ സ്വരാജ് കൈസെ തും ദബാക്കർ ഭാഗ് ഗഡേ ഹോങ്കെ, അത് ഈ 4 കൂടി ഒരു ജംഗ്ഷനുണ്ട് ജാഥ നിൽക്കുന്ന സമയത്ത്, അദ്ദേഹം ഈ ചാട്ടവാറ് കൊണ്ടാണ് അടിക്കുന്നത് ആളുകളെയൊക്കെ. പിന്നെ കാണാം സ്വരാജ്, അങ്ങനെ ആണെങ്കിൽ സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്ക് ഓടിപ്പോവേണ്ടി വരും. ഉദർ ദേക്ക് മൈക്കു, അങ്ങോട്ട് നോക്കൂ മൈക്കു. ദേക്ക് സിപ്പാഹിയും നീ ജുലൂസിയും കു റോക്ക് ദിയാ, കണ്ട പടയാളികൾ, അതായത് പട്ടാളക്കാർ ഘോഷയാത്ര വരുന്ന ആൾക്കാരെയൊക്കെ തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ ഒരു സംഗീതം അവിടെ ആലപിക്കുന്നുണ്ട് കേട്ടോ. ദൃശ്യാന്തർ അടുത്ത സീനിൽ സിപ്പാഹിയും കെ സാ ഘോഡെ പർ സവാർ ദാരോഗ വീർബൽ സ്വരാജ്യവും പർ ഘർ ജിത്തായി, അപ്പോൾ ഇങ്ങനെ പടയാളികൾ സേനാധിപതികൾ കൂടി വരുന്ന കുതിരപ്പുറത്ത് വരുന്ന സവാരി, അതായത് കുതിരപ്പുറത്ത് വരുന്ന ഇൻസ്പെക്ടർ വീർബൽ സ്വരാജ്യവും പർ സ്വന്തം ദേശക്കാരോട് ദേഷ്യഭാവത്തിൽ ഗർജിക്കുകയാണ്. വീർബൽ സിംഗ് റുക് ജാവോ തും ലോഗോं को आगे जाने का हुक्म नहीं, അപ്പോൾ നിൽക്കൂ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആജ്ഞാപനം, അതായത് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് അനുവാദം ഇല്ല. ജുലൂസ് മേ ദബി ജുബാൻ സെ ഖുസുർ ഗുസുർ ഫുർ നയാ ദാരോഹ ഹെ ഹൈ ബൈ ഇസ്കി നാം വീർബൽ, അതായത് ഈ ജാഥയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഒരാളുണ്ട്, ഒരു ഇൻസ്പെക്ടർ ഉണ്ട്, അദ്ദേഹം എല്ലാവരെയും ഇങ്ങനെ ചവിട്ടി മതിക്കുന്നൊരു വ്യക്തിയാണ്, ദുഷ്ടനാണ്, അയാളുടെ പേരാണ് വീർബൽ സിംഗ്. സുനാഹെ ബഡ ജല്ലാദ് ഹെ, അത് കേട്ടിട്ടുണ്ടോ, ഭയങ്കര ദുഷ്ടനാണെന്ന് പറയാണ്. ശാന്ത് ഭയ്യോ ശാന്ത് സുനോ ഇബ്രാഹിം അലി ധാരോഗ സെ ക്യാ കർ രഹി, അപ്പോൾ എല്ലാവരോടും ശാന്തമാകാൻ പറഞ്ഞാണ്. അപ്പോൾ സഹോദരന്മാർ ശാന്തമാകും. ഇബ്രാഹിം അലി ഇൻസ്പെക്ടറോട് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇബ്രാഹിം അലി ഊഞ്ചെ സ്വർമേ, അയാൾ നേതാവായിരുന്നു കേട്ടോ, ജനങ്ങളുടെ മുൻപിലുള്ളൊരു നേതാവായിരുന്നു. അപ്പോൾ നല്ലൊരു സ്വരത്തിൽ പറയണം. दारोगा साहब, इंस्पेक्टर साहब, मैं आपको इम्तिनान दिलाती हूँ कि किसी किस्म का दंगा फसाद न होगा. हम दुकानें लूटने मोटरें तोड़ने नहीं निकले हैं, हमारा मकसद इससे कहीं ऊंचा है. അപ്പോൾ ഇൻസ്പെക്ടർ സാറിനോട് പറഞ്ഞാണ് ഇബ്രാഹിം അലി, അതായത് നിങ്ങളുടെ ഇത് ദുരുദ്ദേശം പോലെയൊന്നും അല്ല ഞങ്ങളുടെ ഇത്, കാരണം ഞങ്ങൾ ഇങ്ങനെ കടകൾ കൊള്ളയടിക്കാനോ അങ്ങനത്തെ ഒരു കാരണങ്ങൾ ഞങ്ങൾക്ക് പുറപ്പെടാറ്, അതായത് ഞങ്ങളുടെ കടകളൊന്നും കൊള്ളയടിക്കാനോ അതിനൊന്നും ഞങ്ങൾ ആരുടെയും വസ്തുവകൾ മോഷ്ടിക്കാനോ ഒന്നുമല്ല ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. ഹമാര മക്സദ് ഇസെ കഹീം, ഞങ്ങളുടെ ഉദ്ദേശം ഇതിനേക്കാൾ
അതിനേക്കാളും വലിയ ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളതെന്ന് പറയണേ. ബീർബൽ സിംഗ്, ഇബ്രാഹിം സാഹബ് മുझे ये हुक्म है कि जुलूस यहाँ से आगे ना जाने दिए. ഇബ്രാഹിം സാഹിബിനോട് പറയും, അതായത് എനിക്കൊരു ആജ്ഞാപനം മാത്രമേ ഉള്ളൂ, ഈ ജുലൂസ് ഈ ജാഥ ഇവിടെ നിന്ന് മുന്നോട്ട് പോവരുത്. ഇബ്രാഹിം അലി, അപ്പനെ അഫ്സരോം സെ സറ പൂച്ച്നാലോ, താങ്കളുടെ ഓഫീസറിനോട് പോയി ചോദിക്കൂ. അപ്പോൾ ബീർബൽ സിംഗ്, മേ ഇസ്കി കോയി ജരൂരത് നഹി സമझ, ഞാൻ അത് ചോദിക്കണമെന്നൊരു ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഇബ്രാഹിം അലി, തോ ഹം ലോഗ് യഹി ബാറ്റേ ഹെ, ജബ് ആപ് ലോഗ് ചലെ ജായേ തോ ഹം നിക്കൽ ജായേ. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് അനുവാദം തരുന്നവരെ ഞങ്ങളിവിടെ ഇരിക്കാം, താങ്കൾ പോയ ശേഷം ഞങ്ങളിവിടെ നിന്ന് പൊയ്ക്കോളാം എന്ന് പറയാം. ബീർബൽ സിംഗ്, ഹാം ഗഡ ഹോനേക്ക് ബി ഹുക്കും, ഇവിടെ നിൽക്കാനുള്ള അനുവാദം നിങ്ങൾക്കില്ല. ആപ് ലോഗ് വാപ്പസ് ജാന, നിങ്ങളെല്ലാം തിരിച്ചു പോകണമെന്ന് പറയുന്നത്, ജാഥയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോകണമെന്നാണ് പറയുന്നത് ബീർബൽ സിംഗ്. ഇബ്രാഹിം അലി ഗംഭീരദാസെ, വാപ്പസ് തോ ഹം നഹി ജായേ, അതായത് ഞങ്ങൾ തിരിച്ചൊന്നും പോവാൻ പോകുന്നില്ല. ആപ്കോ യാ കിസിക്കോ ഹമേ രോക്കനേക്ക കോയി ഹക്ക് നഹി, താങ്കൾക്കോ ആർക്കോ ഞങ്ങളെ തടയാനുള്ള യാതൊരു അധികാരവുമില്ല. ആപ് അപ്പനെ സവാരോം സംഗീനോ ഓർ ബന്ധുക്കോം കെ ജോസെ ഹമേ രോക്കന ചാഹത്തെ ഹെ, താങ്കൾ തങ്ങളുടെ കുതിരകളെ കൊണ്ടോ അല്ലെങ്കിൽ തോക്കുകൾ കൊണ്ടോ ഞങ്ങളെ തടയാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ റോക്ക് ലീജിയെ, അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങളെ തടഞ്ഞാലും. മഗർ ആപ് ഹമേ ലൗട്ടാനായി, പക്ഷെ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. ബീർബൽ സിംഗ്, തായ്ഷസെ, ദേശത്തിൽ പറഞ്ഞിട്ട്, ഹമാര ഹുക്കും കെ ആപ്കോ സുനായി നഹി പടാ, അപ്പം ഞാൻ ആജ്ഞാപിച്ചിട്ട് നിങ്ങളൊന്നും എന്താ കേൾക്കാത്ത എന്ന് ബീർബൽ സിംഗ് പറയുകയാണ്.